മക്കളെ, ഞാനപ്പോൾ നിങ്ങളെ കാവ്യ മിസ് നമ്മളിന്ന് നോക്കിക്കൊണ്ടിരുന്ന ചാപ്റ്റർ നമ്മുടെ 7th ചാപ്റ്റർ മെറ്റൽസ് ആയിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ ഞാൻ കോൺസെൻട്രേഷൻ ഓഫ് 3 സ്റ്റേജസിൽ നമുക്ക് മെറ്റൽസ് എക്സ്ട്രാക്ട് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. എങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു കോൺസെൻട്രേഷൻ ഓഫ് 4, രണ്ടാമത്തെ സ്റ്റെപ്പാണ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ, ആൻഡ് ഫൈനലി നമ്മളുടെ റിഫൈനിങ് ഓഫ് മെറ്റൽസ്. അതിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓർസ് എന്നതിൻ്റെ ഓരോരോ മെത്തേഡ്സ് നമ്മൾ നോക്കിയായിരുന്നു അല്ലേ. ഇനി ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്ട്രാക്ഷൻ ഓഫ് ഈ മെറ്റൽ ഫ്രം ദീസ് കോൺസെൻട്രേറ്റഡ് ഓർ. അതായത് ഈ ഓർ എന്ന് പറയുന്ന സാധനത്തിൽ എന്തൊക്കെയുണ്ടെന്നാണ് പറഞ്ഞത്? ഓർ എന്ന് പറയുന്നതിൽ മെറ്റൽസ് മാത്രമാണോ ഉള്ളത്? അല്ല, അതിനകത്ത് നോൺ മെറ്റാലിക് കമ്പൗണ്ട്സും കാണും ഓറ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയാണ്. അതായത് നോൺ മെറ്റാലിക് കോമ്പൗണ്ട്സ് അതിനെ അങ്ങ് സെപ്പറേറ്റ് ചെയ്ത് മെറ്റലിനെ മാത്രം നമ്മൾ അങ്ങ് എടുക്കുകയാണ്. നമുക്ക് വേണ്ട മെറ്റലാണല്ലോ. ആ ഒരു ഭാഗമാണ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസിൽ വരുന്നത്. അപ്പോൾ നമ്മൾ അതിനും കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ പരിചയപ്പെട്ട ഒരു പുള്ളിക്കാരനുണ്ട്, റിയാക്റ്റീവ് സീരീസ്. അവനെ നമുക്കൊന്ന് പൊടി തട്ടി ഇങ്ങോട്ടും കൂടെ ഒന്ന് എടുക്കാം, കാരണം ഇവിടെ നമുക്ക് അവനെ ഒന്ന് ആവശ്യമുണ്ട്. അപ്പം റിയാക്റ്റീവ് സീരീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാണ്, എന്നാലും ഞാനൊന്ന് ബ്രഷപ്പ് ചെയ്ത് തരാം. അതായത് നമ്മുടെ ഈ മെറ്റൽസ് എലിമെൻറ്റ്സ് അതിൻ്റെ അറ്റ്മോസ്ഫിയറിലാവട്ടെ, അതായത് pHനോടാവട്ടെ, എന്തിനോടായാലും റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ആ റിയാക്റ്റീവ് ടെൻഡൻസി ഓരോന്നിനും യുണീക്കാണ്. സോ ഈ പറയുന്ന എലിമെൻറ്റ്സിനെ അതിൻ്റെ ഡിസെൻഡിങ് ഓർഡറിൽ, എങ്ങനെയാണ് ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്, അതിൻ്റെ റിയാക്ടിവിറ്റി ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തേക്കുന്നതിനെയാണ് റിയാക്റ്റീവ് സീരീസ് എന്ന് വിളിച്ചത്. അപ്പോൾ അത് ബേസിക്കലി നമ്മുടെ മെറ്റൽസിൻ്റെ ഒരു സീരീസാണ്. അവിടെ മെറ്റൽസിനെ അറേഞ്ച് ചെയ്തേക്കുന്നത് അതിൻ്റെ റിയാക്ടിവിറ്റിയുടെ ബേസിസിലാണ്, ഡിസെൻഡിങ് ഓർഡറിലാണ്, അതിൻ്റെ റിയാക്ടിവിറ്റിയുടെ ഡിസെൻഡിങ് ഓർഡറിലാണ് അതിനെ അറേഞ്ച് ചെയ്തത്. അങ്ങനെ ഒരു സീരീസിനെയാണ് റിയാക്റ്റീവ് സീരീസ് എന്ന് പറയുന്നത്. നോക്കിയടാ, ഞാനിപ്പോൾ ഈ ബോർഡിൽ കാണിച്ചേക്കുന്ന ഇത്രയും എലിമെൻറ്റ്സ് ആണ് നമ്മൾ റിയാക്റ്റീവ് സീരീസിൽ നിങ്ങൾക്ക് പരിചയപ്പെട്ടേക്കുന്നത്. ഇവരൊന്നും മെമ്മറൈസ് ചെയ്ത് വെക്കുന്നത് നമുക്ക് മുമ്പോട്ട് കൺസെപ്റ്റുകൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പിടികിട്ടാനും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പക്ഷെ ഇവിടെ നോക്കിക്കേ, 1 2 3 4 5 6 7 8 9 10 11 12 13 മെറ്റൽസിനെ ഓർത്ത് വെക്കാനോ, അതും ഈ ഓർഡറിൽ എങ്ങനെയാണ് മിസ്സേ പറ്റുക? ഓക്കെ, ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഓർത്ത് വയ്ക്കാൻ കുറച്ച് പഴഞ്ചനാണ്, എന്നാലും നിങ്ങൾക്കത് എളുപ്പമായിരിക്കും. അതായത് ഇതിനകത്ത് ഞാൻ ഈ യെല്ലോ കളറിൽ കൊടുത്തിട്ടില്ലേ, ഈ യെല്ലോ കളറിൽ കൊടുത്തേക്കുന്നത് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ആണ്. അതുപോലെ തന്നെ ഞാൻ ഈ ബ്ലൂ കളറിൽ കാണിച്ചേക്കുന്നത് ഒരു മോഡറേറ്റ്ലി റിയാക്റ്റീവ്, അതായത് ഈ യെല്ലോ ടീംസിനെ പോലെ ഭയങ്കര റിയാക്റ്റീവ് അല്ല, എന്നാൽ ഒട്ടും റിയാക്റ്റീവ് അല്ലാണ്ടിരിക്കില്ല, രണ്ടിൻ്റെയും നടുക്കഷ്ണം പോലെ. അത്ര ഹൈപ്പർ അല്ലെങ്കിൽ ഒരുവിധം റിയാക്റ്റീവാണ്, അതാണിത്. ആൻഡ് ഈ പറയുന്ന പിങ്ക് കളറിൽ കൊടുത്തേക്കുന്നത് പാവങ്ങളാണ്, അവരൊട്ടും റിയാക്റ്റീവ് അല്ല, അപ്പം ലെസ് റിയാക്റ്റീവാണ്. അപ്പം എന്തൊക്കെയാണ് ഇവരിത്രയും പേരും ഹൈലി റിയാക്റ്റീവാണ്. അതായത് നമ്മുടെ പൊട്ടാസ്യം തൊട്ട് അലൂമിനിയം വരെയുള്ള ആൾക്കാർ, പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം, അലൂമിനിയം, ഇത്രയും പേര്, ഈ 5 പേരും ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും. അതുപോലെ സിങ്ക്, അയോൺ, ടിൻ, ലെഡ്, ഈ 4 പേരും കുറച്ച് മോഡറേറ്റ്ലി റിയാക്റ്റീവ്. മോഡറേറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഹൈയും അല്ല ലോയും അല്ല, രണ്ടിനെയും നടുക്ക് വരുന്നത് മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആണ്. ഇനി പറയുന്ന കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്, ഇവർ 4 പേരും ആണെങ്കിൽ ഒട്ടും റിയാക്റ്റീവും അല്ല, ലെസ് റിയാക്റ്റീവ് ആണ്. വളരെ കുറച്ച് റിയാക്ഷൻ, എന്ന് വെച്ചാൽ ചിലപ്പോൾ കണ്ണി കാണാനും പറ്റില്ല അവരുടെ റിയാക്ഷൻ, അത്ര ലെസ് റിയാക്റ്റീവ് ആണ്. ഈ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഈ കൂട്ടരും മോഡറേറ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരും റിയാക്ഷൻ നടന്ന് അവർ കോമ്പൗണ്ട്സ് ആയിട്ട് ഫോം ആകും. ഈ കോമ്പൗണ്ട്സ് എപ്പോഴും സ്റ്റേബിൾ കോമ്പൗണ്ട്സ് ആണ്. അതായത് ഇവർ 2 പേരും സ്റ്റേബിൾ കോമ്പൗണ്ട്സ് ആണ് ഈ കൂട്ടർ തരിക. പക്ഷേ ഞാൻ COM, PDS എന്ന കോമ്പൗണ്ട്സിനെ ഷോർട്ടാക്കി എഴുതിയതാട്ടോ. പക്ഷെ നമ്മുടെ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്, ഈ 4 പേരും
ലെസ് റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവർ റിയാക്ഷൻസിൽ ഒന്നാമത് റിയാക്ഷൻ നടക്കുന്നത് തന്നെ ഇവരിൽ വളരെ കുറച്ചായിട്ടാണ് നടക്കുകയുള്ളൂ. പക്ഷെ ഇവരുണ്ടാക്കുന്ന കോമ്പൗണ്ട്സ് ആകട്ടെ അത് ഹൈലി അൺസ്റ്റേബിളും ആയിരിക്കും. ഇവർ ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് ക്രിയേറ്റ് ആക്കുക. ഇനി നമുക്ക് ടിപ്പിലേക്ക് കിടക്കാം. അതായത് ആദ്യത്തെ പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം ഇവരൊന്ന് പഠിച്ചു വെക്കാൻ ഒരു സെൻറ്റൻസ് നിങ്ങൾ ഓർത്താൽ മതി. കിങ്ങിൻ്റെ നോട്ടി കാറ്റ് മാഗിയും അൽഫാമും കഴിച്ചു. എന്താണെന്ന് വെച്ചാൽ കിങ്ങിൻ്റെ നോട്ടി കാറ്റ് മാഗിയും അൽഫാമില്ലേ അൽഫാമും കഴിച്ചു. പൊട്ടാസ്യം അതായത് കിങ്ങിൻ്റെ കെ പൊട്ടാസ്യം, നോട്ടിയുടെ NA, നോട്ടി കാറ്റിൻ്റെ CA, നോട്ടി കാറ്റ് മാഗിയും അൽഫാമും കഴിച്ചു. ഓക്കെ, മാഗിയുടെ MGയും അൽഫാമിൻ്റെ ALഉം കണ്ടോ. പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം. കിങ്ങിൻ്റെ നോട്ടി കാറ്റ് മാഗിയും അൽഫാമും കഴിച്ചു. അപ്പം ഇന്ന് 5 പേരെ നമുക്ക് കിട്ടും. ഇനി സിങ്ക്, അയോൺ, അതുപോലെ ടിൻ, ലെഡ് ഈ 4 പേർക്ക് ഇങ്ങനെ എഴുതാം. ഇത് വേറൊരു കോഡ് തരാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് ഫിയേഴ്സ് സ്നോ പബ്ജി എല്ലാവരും കളിച്ചിട്ടുണ്ടാവില്ലേ? പബ്ജി ഗെയിം, അതിലൊരു പുതിയ വേർഷനായിട്ട് കണ്ടാൽ മതി, സ്നോ പബ്ജി. അപ്പം എന്താ, സിങ്കിൻ്റെ സിങ്ക് ആയിട്ട് ഓർത്ത് വയ്ക്കുക, സിങ്ക്. അതുപോലെ തന്നെ ഫിയേഴ്സ്, അയേണിൻ്റെ FE, ടിന്നിൻ്റെ SN, പിന്നെ ലെഡിൻ്റെ PB. അപ്പോൾ സിങ്ക്, ഫിയേഴ്സ്, സ്നോ പബ്ജി, സിങ്ക്, അയേൺ, ടിൻ, ലെഡ് ഈ 4 പേരെ എഴുതി. ഇവരെ നിങ്ങൾ ഈ കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ് ഇത് ഓർത്ത് വയ്ക്കാം. എന്തായാലും കമൻറ്റ് ചെയ്തേക്കും. ഇതിന് വല്ല നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് ഞാൻ വിട്ട് തന്നേക്കുന്നു. ഇതിന് മാത്രം ഒരു കോഡ്, ഈ 4 പേരെ ഓർത്ത് വയ്ക്കാൻ വേണ്ടി ഒരു കോഡ് നിങ്ങൾ തന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്യുക. മറ്റത് 2 എണ്ണവും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് കൂടുതലായിട്ടും കൈകാര്യം ചെയ്യേണ്ടത് ഇവർ 2 പേരും ആയിരിക്കും. ഓക്കെ, അപ്പോൾ റിയാക്റ്റീവ് സീരീസ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് ഓർ ടു മെറ്റൽ ഓക്സൈഡ്. അതായത് മക്കളെ, നമ്മളിവിടെ പഠിക്കുന്നത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ ആണ്. അതായത് ഒരു കോൺസെൻട്രേറ്റഡ് ഓറിൽ നിന്ന് നമ്മൾ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. പക്ഷേ നമ്മൾ ഓർ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മെറ്റൽസിന് അതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഒരു മെറ്റലിൻ്റെ അതിനെ ഓക്സൈഡ് ആക്കി മാറ്റണം. അതായത് ആ കോൺസെൻട്രേറ്റഡ് ഓറിനെ ഫസ്റ്റ് നമ്മളതിൻ്റെ മെറ്റൽ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ആക്കും. എന്നിട്ട് അതിൽ നിന്നും റെഡ്യൂസ് ചെയ്താണ് നമ്മൾ മെറ്റലിനെ എടുക്കുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലിനെ അതിൻ്റെ കോൺസെൻട്രേറ്റഡ് ഓറിലുള്ള അതിൻ്റെ മെറ്റലിനെ ഒരു മെറ്റൽ ഓക്സൈഡ് ആക്കി മാറ്റും. എന്നിട്ട് അതിനെ റെഡ്യൂസ് ചെയ്തിട്ടാണ് മെറ്റലാക്കി നമ്മൾ മാറ്റുന്നത്. ഇതാണ് അതിൻ്റെ സ്റ്റെപ്പ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കോൺസെൻട്രേറ്റഡ് ഓറിനെ എങ്ങനെ നമുക്ക് മെറ്റൽ ഓക്സൈഡിലാക്കി മാറ്റാൻ പറ്റും. മെറ്റലും ഓക്സിജനും ചേർന്ന ഒരു കോമ്പൗണ്ടാണ് മെറ്റൽ ഓക്സൈഡ്. സോ ഒരു കോൺസെൻട്രേറ്റഡ് ഓറിനെ നമ്മൾ എങ്ങനെ അതിൻ്റെ മെറ്റൽ ഓക്സൈഡായിട്ട് മാറ്റാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. അത് 2 രീതിയിൽ പറ്റും. അതായത് ഒന്ന് കാൽസിനേഷനും 2 റോസ്റ്റിങ്ങും. ഇങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് കാൽസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു കൂടുതലും കാർബണേറ്റ്, അതായത് ഈ പറയുന്ന നമ്മുടെ സിങ്ക്, അയൺ, നമ്മൾ മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടില്ലേ? ഏതൊക്കെയാണ്? സിങ്ക്, അയോൺ, അതുപോലെ തന്നെ ടിൻ, ലെഡ് ഈ 4 പേരുമാണ് മോഡറേറ്റ്ലി റിയാക്റ്റീവ്. അപ്പോൾ ഇവർ 4 പേരും കൂടുതലും കാണുന്നത് കാർബണേറ്റ്സ് ആയിട്ടോ, കാർബണേറ്റ്സ് കോമ്പൗണ്ട്സ് ആയിട്ടോ, ഹൈഡ്രോക്സൈഡ് കോമ്പൗണ്ട്സ് ആയിട്ടോ, ഓക്സിഡൈസ് ആയിട്ടോ അല്ലെങ്കിൽ സൾഫൈഡ്സ് ആയിട്ടോ ആണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ എക്സാമ്പിൾ. ഇവർ കൂടുതലും കാണപ്പെടുന്നത് ഇങ്ങനത്തെ രീതിയിലാണ്. സോ ഇതിനകത്ത് തന്നെ കാർബണേറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ. ഇങ്ങനെ കാർബണേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കൂടുതലും കാൽസിനേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് വഴിയാണ് മെറ്റൽ ഓക്സൈഡാക്കി കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഒരു മെറ്റൽ കാർബണേറ്റിനെ നമ്മൾ എപ്പോഴും ഹീറ്റ് ചെയ്യുമ്പോൾ
നമുക്കൊരു മെറ്റൽ ഓക്സൈഡും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. ഇവിടെ കണ്ടോ, നമ്മളൊരു സിങ്ക് ഒരു മെറ്റലാണ്, അപ്പം അതിൻ്റെ കാർബണേറ്റ് സിങ്ക് കാർബണേറ്റ്. ഇനി കെമിസ്ട്രിക്കാർക്കിടയിൽ ഒരു ട്രയാങ്കിൾ വന്നു കഴിഞ്ഞാൽ റിയാക്ഷൻ്റെ മേളിൽ ഗിവ്സിൻ്റെ മുകളിൽ ഒരു ട്രയാങ്കിൾ ഇട്ട് കഴിഞ്ഞാൽ അതായത് ഈ ട്രയാങ്കിളുടെ അർത്ഥം ഹീറ്റ് എന്നാണ്. നമ്മളെ കെമിസ്ട്രിക്കാർക്ക് ഒരു ട്രയാങ്കിൾ വന്നാൽ അതിൻ്റെ അർത്ഥം ഹീറ്റ് എന്നാണ്. നമ്മളിങ്ങനെ ഹീറ്റ് ഒന്നും ബുദ്ധിമുട്ടി എഴുതണ്ട, ഒരു ട്രയാങ്കിൾ അങ്ങ് വരച്ചിട്ടാൽ മതി. അപ്പം ഇതിൻ്റെ അർത്ഥം ഹീറ്റ് എന്നാണ്. അപ്പം സിങ്ക് കാർബണേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അത് സിങ്ക് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആക്കി. സിങ്ക് ഒരു മെറ്റലാണ്, അതിൻ്റെ കാർബണേറ്റ് ആണ് സിങ്ക് കാർബണേറ്റ്. സോ അതിനെ ഹീറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സിങ്ക് ഓക്സൈഡും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും കിട്ടി. ഓക്കെ, അപ്പോൾ കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം, വേറൊന്നുമല്ല. അതായത് നമ്മളുടെ ഈ പറയുന്ന ഒരു കോൺസെൻട്രേറ്റഡ് ഓറ് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് സോളിഡിൽ നിന്നും ലിക്വിഡിലേക്ക് ഒരു വസ്തു ചേഞ്ച് ആവുന്ന ആ ടെമ്പറേച്ചർ, അതായത് ഒരു വസ്തു മെൽറ്റ് ആവുന്ന. ഇപ്പോൾ ഐസ് എന്ന് പറയുന്ന സാധനം എന്താണ്? സോളിഡ് ഓഫ് വാട്ടർ ആണ് ഐസ് എന്ന് പറയുന്നത്. ആ ഐസ് ഉരുകി മെൽറ്റായിട്ട് ലിക്വിഡിലേക്ക് മാറുന്ന, വെള്ളത്തിലേക്ക് മാറുന്ന ആ ടെമ്പറേച്ചർ, ആ 0 ഡിഗ്രി സെൽഷ്യസിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഐസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് വിളിച്ചത്. അപ്പോൾ ആ മെൽറ്റിംഗ് പോയിന്റിന് താഴെയുള്ള ഒരു ടെമ്പറേച്ചറിൽ ഒരു കോൺസെൻട്രേറ്റഡ് ഓറ് ഒരു മെറ്റൽ ഓക്സൈഡ് ആയിട്ട് മാറുന്നതിനെ, അതും ആബ്സെൻസ് ഓഫ് എയറിലാണെങ്കിലാണ് അത് കാൽസിനേഷൻ എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെ വിളിച്ച പേരാണ് കാൽസിനേഷൻ. ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് റോസ്റ്റിംഗ്? റോസ്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തൊരു പ്രോസസ്സാണ് റോസ്റ്റിംഗ്. ഇത് നമുക്ക് കാൽസിനേഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റോസ്റ്റിംഗ് യൂസ് ചെയ്യാം. റോസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ മെറ്റൽ കാർബണേറ്റ്സ് ആണെങ്കിൽ ഇവിടെ മെറ്റൽ സൾഫൈഡ്സ് ആണ്. സൾഫേറ്റ്സുകളിലാണ് ഈ പറയുന്ന റോസ്റ്റിംഗ് നമ്മൾ കൂടുതലും കണ്ടുവരുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നടക്കുന്നത് മെൽറ്റിംഗ് പോയിന്റ് താഴെ തന്നെ, എന്നാൽ പ്രസൻസ് ഓഫ് എയറിലായിരിക്കും. അതായത് ഒരു വസ്തു ഒരു കോൺസെൻട്രേറ്റഡ് ഓറ് അതിൻ്റെ മെറ്റൽ സൾഫേറ്റിലേക്ക് മാറും, മെറ്റൽ ഓക്സൈഡിലേക്ക് മാറും. ഒരു കോൺസെൻട്രേറ്റഡ് ഓറ് അതിൻ്റെ മെറ്റൽ ഓക്സൈഡ്സിലേക്ക് മാറും. അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിന് താഴെയുള്ള ടെമ്പറേച്ചറിൽ, ബട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് എയറിൽ അത് ഹീറ്റ് യൂസ് ചെയ്ത് നമ്മൾ മാറ്റുന്ന ഈ ഒരു പ്രോസസ്സിനെ വിളിച്ച ഒരു ഓമനപ്പേരാണ് റോസ്റ്റിംഗ് എന്നുള്ളത്. ഇവിടെ കണ്ടോ, സിങ്ക് സൾഫൈഡ് നമ്മുടെ പ്രസൻസ് ഓഫ് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ള എയർ എന്താണ്? അതായത് കത്താൻ സഹായിക്കുന്ന വാതകം അതേതാണ്? ഓക്സിജൻ ആണ്. ഇവിടെ എയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്സിജനെയാണ്. അപ്പോൾ ഓക്സിജന്റെ സഹായത്തിൽ നമ്മൾ ഹീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ദേ കിട്ടിയിരിക്കുന്നു സിങ്കിന്റെ ഓക്സൈഡും അതുപോലെ തന്നെ എനിക്ക് സൾഫേറ്റും കിട്ടി. ഇവിടെ കാർബണേറ്റ്സ് ആണ് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ കാർബണേറ്റ്സ്, ഇവിടെ നിങ്ങൾ എയറിനെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, കാരണം ഇത് കാൽസിനേഷൻ ആണ്, ഇത് ആബ്സെൻസ് ഓഫ് എയറിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇതിന് ആബ്സെൻസ് ഓഫ് എയറിൽ ഞാൻ ഹീറ്റ് ചെയ്തു, അതായത് ചേമ്പറിലിട്ട് ഹീറ്റ് ചെയ്തു. അവിടെ ഇവിടെ ഒന്നും എയർ കയറാണ്ട് ഞാൻ വാക്വമായിട്ടുള്ള എവിടെയും ഒരു ഹോളില്ലാത്തൊരു ചേമ്പറിനകത്ത് വെച്ച് ഹീറ്റ് ചെയ്തു. അപ്പം എനിക്കിത് ഇവിടെയും സിങ്ക് ഓക്സൈഡ് കിട്ടി, പക്ഷെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിയത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇതാണ് രണ്ട് ടൈപ്സ് ഓഫ് നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് ഓർ ടു മെറ്റൽ ഓക്സൈഡ്. 2 ടൈപ്പുകൾ ഈ രണ്ടെണ്ണമാണ്, കാൽസിനേഷനും റോസ്റ്റിങ്ങും. അപ്പോൾ എന്താണ് ഒന്നുകൂടെ പറഞ്ഞുതരാം. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും വ്യത്യാസം ഇത്രയേ ഉള്ളൂ. കാൽസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെൻസ് ഓഫ് എയറിലാണ്, റോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻസ് ഓഫ് എയറിലാണ്. രണ്ടും ബിലോ ദ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നമ്മൾ തൊട്ട് മുമ്പ് കാൽസിനേഷൻ്റെ ഒരു പ്രോസസ്സ് നമ്മൾ പഠിച്ചില്ലേ? എന്താണ് ഉണ്ടായത്? അതിൽ നിന്നും ആ കോൺസെൻട്രേറ്റ് ഓറിൽ നിന്ന് നമ്മൾ അതിനെ സിങ്ക് ഓക്സൈഡിനെ കിട്ടി അല്ലേ? തൊട്ട് മുമ്പ് നമ്മൾ കണ്ടതാണല്ലോ ആ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഇല്ലേ, സിങ്ക് കാർബണേറ്റിനെ നമ്മൾ ഹീറ്റ് കൊടുത്തിട്ട് ആബ്സെൻസ് ഓഫ് എയറിൽ ഹീറ്റ് കൊടുത്ത് സിങ്ക് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടി. ഇതിൽ സിങ്ക് ഓക്സൈഡിനെ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. അതായത് സിങ്ക് ഓക്സൈഡ്, ഈ സിങ്ക് ഓക്സൈഡിനെ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് സിങ്കും ഉണ്ട്, അതുപോലെ തന്നെ ഓക്സിജനും ഉണ്ട്. ഈ ഓക്സിജൻ ഒരു നെഗറ്റീവ് അയോണാണ്, അതുപോലെ തന്നെ സിങ്ക് ഒരു പോസിറ്റീവ് അയോണാണ്. അതായത് സിങ്കിന് 2+ ഉണ്ട്,
അതുപോലെ തന്നെ ഓക്സിജന് 2- ഉണ്ട്. ഓക്കെ, അപ്പോൾ സിങ്ക് എപ്പോഴും ഒരു ഓറിൻ്റെ മെറ്റൽ പാർട്ട് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഒരു മെറ്റൽ ഓക്സൈഡിൻ്റെ എപ്പോഴും മെറ്റൽ പാർട്ട് എപ്പോഴും പോസിറ്റീവ് അയോൺസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ പോസിറ്റീവ് അയോൺസ് ആയിട്ട് നിന്നിട്ട് കാര്യമില്ല. ഇതിനെ നമ്മൾ മെറ്റലാക്കണമെങ്കിൽ ഇതിന് നമുക്ക് റിഡക്ഷൻ പ്രോസസ്സിലൂടെ സാധിക്കും. അതായത് ഒരു മെറ്റൽ ഓക്സൈഡിൻ്റെ പോസിറ്റീവ് ചാർജിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ റിഡക്ഷൻ പ്രോസസ്സിലൂടെ അതിനെ മെറ്റലിലേക്ക് ആക്കാൻ പറ്റും. ഞാൻ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് സിങ്ക് ഓക്സൈഡും ഈ ഇക്വേഷൻ നമ്മളൊന്ന് കൺസിഡർ ചെയ്യാം. നിങ്ങൾ ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഈ തന്നേക്കുന്ന സിങ്ക് ഓക്സൈഡിനെ ഞാനിവിടെ കാർബണായിട്ട് ഞാൻ റിയാക്ട് ചെയ്തപ്പോൾ എനിക്കിവിടെ സിങ്കും കാർബൺ മോണോക്സൈഡും ആയി. അതായത് ഇവിടെ സിങ്കിന് പോസിറ്റീവ് ചാർജ് ഇവിടെ നഷ്ടമാവുകയാണ് ചെയ്തത്. അതായത് ഇത് നടന്നത് ഇവിടെ ഒരു റിഡക്ഷൻ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നേക്കുന്ന, അതായത് ഈ സിങ്കിനെ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ സാധിച്ച ഈ കാർബൺ എന്ന് പറയുന്നത് എന്ത് സംഭവമാണ്? എനിക്ക് റെഡ്യൂസിങ് ഏജന്റ് ആണ്. എന്താണ്? റെഡ്യൂസിങ് ഏജന്റ് ആണ് അല്ലേടാ? എടാ, ഇവിടെ എന്താ നടന്നേ? സിങ്ക് ഓക്സൈഡിൽ നിൽക്കുമ്പോൾ സിങ്കിന്റെ ചാർജ് എന്ന് പറയുന്നത് സിങ്ക് 2+ ആണ്. സിങ്ക് 2+ ഞാൻ അതിനെ സിങ്ക് ആക്കി. സിങ്ക് 0 നമ്മൾ കാണിക്കില്ല, സിങ്ക് ആക്കി. അപ്പോൾ ഇവിടെ എന്താ നടന്നത്? സിങ്കിന് റിഡക്ഷൻ സംഭവിക്കുകയാണ് നടന്നത്. ഇവിടെ ഒരു റിഡക്ഷൻ പ്രോസസ്സാണ് നടന്നത്. അങ്ങനെ റിഡക്ഷൻ പ്രോസസ്സ് നടക്കാൻ എന്നെ സഹായിച്ചത് ആരാ? കാർബൺ ആണ്. അതായത് കാർബൺ ആണ്. അപ്പോൾ ഇവിടെ കാർബൺ ആരായിട്ടാണ് ഇവിടെ ആക്ട് ചെയ്തത്? ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്തത്. അപ്പോൾ എനിക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്യൂട്ടബിൾ റെഡ്യൂസിങ് ഏജന്റ് വെച്ചിട്ട് ഞാനിങ്ങനെ മെറ്റൽ ഓക്സൈഡുകളെ മെറ്റലാക്കി കൺവേർട്ട് ചെയ്യും. ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മെറ്റൽ ഓക്സൈഡുകളെ റിഡക്ഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ് ടു മെറ്റൽസ്. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന സിങ്ക് എന്ന് പറയുന്നത് മോഡറേറ്റ്ലി റിയാക്റ്റീവ് മെറ്റൽസിൻ്റെ കാറ്റഗറിയിൽ പെടും അല്ലേ? നമ്മൾ റിയാക്റ്റീവ് സീരീസ് പഠിച്ചപ്പോൾ ഞാൻ ഡിവൈഡ് ചെയ്ത് തന്നതാണ്. ഹൈലി റിയാക്റ്റീവ്, അതുപോലെ മോഡറേറ്റ്ലി റിയാക്റ്റീവ്, ലെസ് റിയാക്റ്റീവ്. അതിൽ മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പിലാണ് നമ്മുടെ ഈ സിങ്ക് പെടുന്നത്. സിങ്ക് മാത്രമാണോ ഈ ഗ്രൂപ്പിലുള്ളത്? അല്ല. നമ്മുടെ കോഡ് അനുസരിച്ച് സിങ്ക് ഫിയേഴ്സ് സ്നോ പബ്ജി. അതായത് സിങ്ക്, അയോൺ, പിന്നെ ആരാണ്? ടിന്ന്, ലെഡ്. ഇവർ 4 പേരും മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആണ്. സോ ഈ ഗ്രൂപ്പുകളിലൊക്കെ നമുക്ക് കാർബൺ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡും ഒരു റെഡ്യൂസിങ് ഏജന്റ് തന്നെയാണ്. ഇവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്തെങ്കിലും ഇവനും ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. സോ ഇവർ രണ്ടുപേരെയും നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഗ്രൂപ്പുകളെ, ഇത്രയും പേര് നമുക്ക് ഈ ഗ്രൂപ്പിനെ എപ്പോഴും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇവർ ഇത്രയും മോഡറേറ്റ് റിയാക്റ്റീവ് സീരീസിൻ്റെ കാര്യത്തിൽ നമുക്ക് കാർബൺ മോണോക്സൈഡ് അങ്ങനത്തെ റെഡ്യൂസിങ് ഏജന്റ് ആണ് യൂസ് ചെയ്യണത്. ഇനി ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള കേസുകൾ എടുക്കുകയാണെങ്കിൽ, അതായത് ഹൈലി റിയാക്റ്റീവ് ഗ്രൂപ്പ് ഏതൊക്കെയാ? പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം. ഞാൻ വേറെ കളറും കൊണ്ട് ചെയ്താൽ കൺഫ്യൂസ് ആവണ്ട. ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഏതൊക്കെയാ? പൊട്ടാസ്യം, അതുപോലെ സോഡിയം, കാൽഷ്യം, മാഗ്നീഷ്യം, അതുപോലെ അലൂമിനിയം. ഇവരാണ് നമ്മുടെ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ്. അപ്പോൾ ഇതുപോലെ ഹൈലി റിയാക്റ്റീവ് ഗ്രൂപ്പ്സ് വരുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെയാണെങ്കിൽ ഇലക്ട്രോലൈസിസ് എന്ന പ്രോസസ്സായിരിക്കും. എന്താണ്? ഇലക്ട്രോലൈസിസ് എന്നുള്ള പ്രോസസ്സായിരിക്കും ഞാൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് റിഡക്ഷൻ പ്രോസസ്സായിട്ട് തിരഞ്ഞെടുക്കുന്നത് മെറ്റൽ ഓക്സൈഡിനെ മെറ്റലായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, റിഡക്ഷൻ പ്രോസസ്സിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോലൈസിസ് ആയിരിക്കും. അപ്പോൾ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ വരുമ്പോൾ, അതായത് ഈ 5 പേരിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ ഇലക്ട്രോലൈസിസ് ആണ് നമ്മൾ പ്രോസസ്സായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലെസ് റിയാക്റ്റീവ് ഗ്രൂപ്പ് വരുമ്പോൾ, അതായത്
വീക്കായിട്ടുള്ളത് നമ്മുടെ കോപ്പർ, അതുപോലെ തന്നെ കോപ്പർ, മെർക്കുറി, നമ്മുടെ സിൽവർ, അതുപോലെ ഗോൾഡ്. ഇങ്ങനത്തെ ഗ്രൂപ്പ് ഇതിൽ പ്രധാനമായും നമുക്ക് മെർക്കുറിനെയാണ് കാണാറുള്ളത്. മെർക്കുറിയാണ് നമുക്ക് ഇതായിട്ട് വരുന്നത്. ഇവരെ നമുക്ക് നോർമലായിട്ടൊരു സിസ്റ്റമാറ്റിക് ടെമ്പറേച്ചർ, ഒരു ഓർഗനൈസ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ സെറ്റപ്പിൽ വെച്ചിട്ട് ഇവരെ നമുക്ക് ഈസിലി എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ 3 ഗ്രൂപ്പ്സ് അനുസരിച്ച് നമുക്ക് റിഡക്ഷൻ പ്രോസസ്സ് മാറിക്കൊണ്ടിരിക്കും തന്നിരിക്കുന്ന എലിമെൻസിൻ്റെ. ഞാനിതൊന്ന് സമ്മപ്പ് ചെയ്ത് പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കേ, ഇലക്ട്രോലൈസിസ് ആണെങ്കിൽ ഹൈലി റിയാക്റ്റീവ് ഗ്രൂപ്പ്. ഹൈലി റിയാക്റ്റീവ് ഗ്രൂപ്പ് ആരൊക്കെയാ? പൊട്ടാസ്യം, നമ്മുടെ സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം, അലൂമിനിയം. കിങ്ങിൻ്റെ നോട്ടി കാറ്റ് മാഗിയും അൽഫാമും കഴിച്ചു, അതാണിത്. അപ്പോൾ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റിഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈസിസ്. ഇനി റിഡക്ഷൻ യൂസിങ് കോക്ക് എന്ന് ഇവിടെ യൂസ് ചെയ്യുന്നത്. കോക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ കാർബൺ ആണ്, ഈ കോക്കല്ല. ഇവിടെ കോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാർബൺ ആണ്. കരിയില്ലേടാ, കരി, അതാണ് സാധനം. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് കോക്ക് കാർബൺ ആണ്. അപ്പോൾ റിഡക്ഷൻ യൂസിങ് കോക്ക് ആണെങ്കിൽ അത് മോഡറേറ്റ്ലി റിയാക്റ്റീവ്. അതായത് മോഡറേറ്റ്ലി റിയാക്റ്റീവ് ഗ്രൂപ്പ് ഏതൊക്കെയാ? നമ്മുടെ സിങ്ക്, ഫിയേഴ്സ്, സ്നോ പബ്ജി. സിങ്ക്, അയേൺ, ടിൻ, ലെഡ്, ഇവരാണ് മോഡറേറ്റ്ലി റിയാക്റ്റീവ് ഗ്രൂപ്പ്. ഇവരാണ് നമ്മുടെ കോക്ക് യൂസ് ചെയ്തുകൊണ്ട്, അതായത് കാർബൺ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് യൂസ് ചെയ്തുകൊണ്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒരു കൺട്രോൾ വേയിലുള്ള ഹീറ്റ് വെച്ച് നമുക്ക് അതിൻ്റെ കോൺസെൻട്രേറ്റഡ് ഓറിൽ നിന്ന് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയുള്ള അത് ഏത് ഗ്രൂപ്പാണ്? ലെസ് റിയാക്റ്റീവ് ഗ്രൂപ്പാണ്. അത് വേറെ ഒന്നും കാര്യമല്ല, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ മെർക്കുറിയാണ് കൂടുതലും കാണപ്പെടുന്നത്. അപ്പം മെർക്കുറിനെയൊക്കെയാണ് സാധാരണ ഹീറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഒരു ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റിലും തന്നിട്ടുണ്ട്. സോ ഇത് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എഴുതി വെച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ടെക്സ്റ്റ് വായിച്ച് ഫില്ല് ചെയ്യാൻ പറ്റും. വെറുതെ മെനക്കെട്ടണേ, ഇങ്ങനെ തന്നെ ഫില്ല് ചെയ്തു ഇത് നോക്കി. സോ ഇത് ഓർത്ത് വെക്കുക, ഇലക്ട്രോലൈസിസ് ഏത് ഗ്രൂപ്പിനാണ്, അതുപോലെ തന്നെ റിഡക്ഷൻ യൂസിങ് കോക്ക് ഏത് ഗ്രൂപ്പിനാണ്, അതുപോലെ കൺട്രോൾ ബേസിൽ ഹീറ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് ബേസിലാണ്. പിന്നെ ഈ റിയാക്റ്റീവ് സീരീസ് നമുക്ക് പഠിക്കാൻ പറ്റില്ലേ ഈ കോഡ്സ് വെച്ചിട്ട്. ഇത്രയേ ഉള്ളൂ. ഇത് ഇത്രയും ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി അടുത്ത സ്റ്റേജാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ എന്താക്കി? ആദ്യത്തെ സ്റ്റേജ് കണ്ടു, ഓറിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തു. ഇനി ഈ കോൺസെൻട്രേറ്റ് ചെയ്ത ഓറിനെ നമ്മൾ എന്താക്കി? ആദ്യം മെറ്റൽ ഓക്സൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു, പിന്നെ അതിനെ റെഡ്യൂസ് ചെയ്ത് റിഡക്ഷൻ പ്രോസസ്സിലൂടെ അതിനെ മെറ്റലാക്കി. ഇങ്ങനെ കിട്ടിയേക്കാൻ നമുക്ക് മെറ്റൽ കിട്ടിയെങ്കിലും ഇതിനകത്തും കുറേ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, കുറേ തരികളും വേണ്ടാത്ത കുറേ ഇതും. അതായത് നമ്മളുണ്ടല്ലോ, അതായത് ഹാർപ്പിക്കിൻ്റെ പരസ്യം കണ്ടിട്ടില്ലേ? നമ്മൾ യൂസ് ചെയ്തിട്ട് 99.99% ബാക്ടീരിയ ക്ലിയർ ആവും, ബാക്കി 1% അവിടെ നിൽക്കും. അതുപോലെ തന്നെ ഈ 2 പ്രോസസ്സിലൂടെയും 99% ഗാംഗയും ഇമ്പ്യൂരിറ്റീസും പോയി. പക്ഷെ ആ നിൽക്കുന്ന ആ ഒരു 1% ബാക്ടീരിയ ഉണ്ടല്ലോ, ആ 1% ഇമ്പ്യൂരിറ്റീനെ കളയാനാണ് നമ്മൾ ഈ റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് മെറ്റൽ കിട്ടിയെങ്കിലും അതിനകത്ത് വേണ്ടാത്ത കുറേ സാധനങ്ങളും കൂടി ഉണ്ട്. അതായത് നമ്മളെ സംബന്ധിച്ചോളം ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. അപ്പം അതിനെ കളയാനാണ്, അതായത് പ്യൂരിഫിക്കേഷനാണ് ഇതിൽ മോസ്റ്റ്ലി നടക്കുന്നത്. അപ്പോൾ അതാണ് റിഫൈനിങ് ഓഫ് മെറ്റൽസിലൂടെ നടക്കുന്നത്. ഇവിടെയും 3 രീതിയുണ്ട്, അതായത് 3 മെത്തേഡ്സ് ഉണ്ട്. നമ്മളുടെ ഒരു മെറ്റലിൻ്റെ രീതി അനുസരിച്ച് അതിൻ്റെ ഇമ്പ്യൂരിറ്റീസിൻ്റെയും ആ മെറ്റലിൻ്റെയും സ്വഭാവം വെച്ചിട്ട് പ്രോപ്പർട്ടീസ് ബേസിസ്, അതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ബേസിസിൽ 3 രീതിയിലാണ് നമ്മൾ കോൺസെൻട്രേഷൻ ഓറിൽ പഠിച്ച പോലെ 3 രീതിയിൽ 3 മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ്സ് ആണ് ലിക്വേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു മെത്തേഡാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് ഇലക്ട്രോലൈറ്റ് റിഫൈനിങ് എന്ന് പറയുന്നത്. ആൻഡ് ആദ്യത്തെ മെത്തേഡ് ഈ ലിക്വേഷൻ കൂടുതലായിട്ടും ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ടിന്നും ലെഡുമാണ് ലിക്വേഷൻസിന് എക്സാമ്പിൾ. ഇനി നമ്മളുടെ രണ്ടാമത്തെ ഡിസ്റ്റിലേഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതുപോലെ സിങ്കും കാഡ്മിയവും അതുപോലെ തന്നെ മെർക്കുറിയുമാണ് ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോലൈറ്റ് റിഫൈനിങ്ങിന് എക്സാമ്പിൾ ആണെങ്കിൽ കോപ്പറും സിങ്കും ആണ് ഇലക്ട്രോലൈറ്റ് റിഫൈനിങ്ങിന് എക്സാമ്പിൾ. ഇതെന്തൊക്കെയാണെന്ന്
ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ 3 എണ്ണവും നോക്കാം. അപ്പം ആദ്യത്തെ ആളാരാ? ലിക്വേഷൻ ആണല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലിക്വേഷൻ ഏതാണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്റ്റിലേഷൻ എന്താണെന്നും ഇലക്ട്രോലൈറ്റ് റിഫൈനിങ് എന്താണെന്നും നമുക്ക് പിന്നെ നോക്കാം. നമുക്ക് ലിക്വേഷൻ നോക്കാം. ലിക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നത് ബേസിക്കലി ഇംപ്യൂരിറ്റീസും, അതായത് നമ്മൾ ഓർ കോൺസെൻട്രേഷൻ കിട്ടിയപ്പോൾ ഓറും ഗാംഗയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പം ഇവിടെ 3 എണ്ണത്തിൽ നമ്മൾ നോക്കുന്നത് ഇംപ്യൂരിറ്റീസും നമ്മുടെ മെറ്റലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇംപ്യൂരിറ്റീസിൻ്റെ ബെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംപ്യൂരിറ്റീസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഞാൻ MP എന്നാണ് ഇടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മെറ്റലിൻ്റെ മെൽറ്റിംഗ് പോയിന്റും, ഇത് 2 എണ്ണമാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇംപ്യൂരിറ്റീസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് നമ്മുടെ എപ്പോഴും കമ്പയർ ടു നമ്മുടെ മെറ്റലിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ആയിട്ട് കൂടുതലായിരിക്കണം. അപ്പർ ആരോ ഇൻക്രീസസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഡൗൺ ആരോ ഡിക്രീസസ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇംപ്യൂരിറ്റീസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ലിക്വേഷൻസിൻ്റെ കേസസിൽ അതിൻ്റെ മെറ്റലിനേക്കാളും എപ്പോഴും കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കുപ്പിയുണ്ട്. ഇത് നിങ്ങൾ ഈ ഒരു കുപ്പി നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ എന്താ, നമ്മുടെ മെറ്റലിന് ലിക്വേഷനിൽ മെറ്റലിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എപ്പോഴും കുറവായിരിക്കും. ആരെ സംബന്ധിച്ചോളം അതിൻ്റെ ഇംപ്യൂരിറ്റീസിനെ കൺസിഡർ ചെയ്യുന്നോളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ചേംബറിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ഒരു ചേംബർ ഉണ്ട്. ഇതൊരു ചേംബറായിട്ട് കണക്കാക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ എൻ്റെ ഈ കുപ്പിയും ഇതിനകത്ത് വെള്ളമുണ്ട്. ഇങ്ങനെ തുളുമ്പണ കാണാമല്ലോ അല്ലേ, വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളം എൻ്റെ ഒരു മോൾട്ടൺ സ്റ്റേറ്റിലുള്ള എൻ്റെ മെറ്റലാണ്. ഞാൻ ഈ ചേഞ്ച് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. അതായത് ഇപ്പോൾ ഞാൻ ഈ റൈറ്റ് സൈഡ് കുറച്ച് ഇങ്ങനെ താഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടായി, ഈ വെള്ളം ഒഴുകി റൈറ്റ് സൈഡിലേക്ക് വന്നു അല്ലേ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെരിച്ച് വെക്കുന്നതിനാണ് ഇൻക്ലൈൻഡ് സർഫസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെരിച്ചിരിക്കുന്നത് ഇതുപോലെയായിരിക്കും നിങ്ങളുടെ ഈ പറയുന്ന ഈ ചേംബർ, അതായത് ഈ ലിക്വേഷൻ പ്രോസസ്സ് നടക്കുന്ന ചേംബർ സെറ്റപ്പ് ഉണ്ടാവുക. ഇങ്ങനെ ചെരിഞ്ഞിരിക്കും. എന്നിട്ട് ഈ പറയുന്ന നമ്മുടെ ഈ കോൺസെൻട്രേറ്റഡ് ഓർ അല്ലെങ്കിൽ ഈ ഇംപ്യൂരിറ്റീസും മെറ്റലും കൂടുന്ന ആ സംഭവമില്ലേ, ഇംപ്യൂരിറ്റീസ് ഉള്ള ആ മെറ്റൽ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് ഹീറ്റ് കൊടുക്കും. ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഉരുകും. പക്ഷെ ഇവിടെ നമ്മുടെ ഇംപ്യൂരിറ്റീസിന് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായതുകൊണ്ട് ആരായിരിക്കും ആദ്യം മെൽറ്റ് ആവുന്നത്? ഒബ്വിയസ്ലി നമ്മുടെ മെറ്റലായിരിക്കും ഫസ്റ്റ് മെൽറ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുപ്പിയുടെ ഇവിടെ ഹീറ്റ് കൊടുക്കുമ്പോൾ ഒഴുകി ഈ ഡൗൺ പാർട്ടിൽ, അതായത് റൈറ്റ് സൈഡ് ഞാൻ കുറച്ച് ചെരിച്ച് വെച്ചേക്കുവാണല്ലോ, ഇവിടെ നമ്മുടെ ഇംപ്യൂരിറ്റീസ് മെൽറ്റ് ആയിട്ടില്ല, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇത് ഇവിടെ തന്നെ നിൽക്കും സ്റ്റക്കായിട്ട്. ഒഴുകി ഇങ്ങനെ താഴത്തേക്ക് മെൽറ്റ് ചെയ്ത് താഴത്തേക്ക് വന്നു ചേരുന്നത് ഇംപ്യൂരിറ്റീസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ സെഡിമെൻ്റ് ആവുന്ന ഇംപ്യൂരിറ്റീസ് ആയിരിക്കും, മെറ്റലായിരിക്കും. ഒന്നുകൂടെ പറയാം, നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ചേംബർ, ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ചേംബറിൽ ഹീറ്റ് അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ എനിക്ക് നമ്മുടെ ഇംപ്യൂരിറ്റീസിന് മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഹീറ്റ് കൊടുക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഫസ്റ്റ് മെൽറ്റ് ആകുന്ന ആരായിരിക്കും? നമ്മുടെ മെറ്റലായിരിക്കും. ഇംപ്യൂരിറ്റീസ് മെൽറ്റ് ആവില്ല. അപ്പോൾ നമ്മുടെ മെറ്റൽ ആദ്യം മെൽറ്റ് ആയതുകൊണ്ട് തന്നെ അത് ഒഴുകി ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഏറ്റവും താഴ്ഭാഗത്ത് വന്ന് അത് സെറ്റിലാകും. അങ്ങനെയാകുമ്പോൾ നമുക്ക് രണ്ടിനെയും പിന്നെ വേർതിരിച്ചിരിക്കാൻ പറ്റും. ഈ അപ്പർ പോർഷനിൽ ഈ മേൽഭാഗത്ത് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ നമ്മുടെ ഇംപ്യൂരിറ്റീസും ഉണ്ടാവും, ഈ താഴെ എനിക്ക് എൻ്റെ പ്യോർ മെറ്റലും കിട്ടും. ഇതാണ് ലിക്വേഷൻ പ്രോസസ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ ഉള്ളത്. ഇനി അടുത്തത് നമുക്ക് ഡിസ്റ്റിലേഷൻ നോക്കാം. ഇവിടെയും ഇംപ്യൂരിറ്റീസും ഉണ്ട്, അതുപോലെ തന്നെ മെറ്റലിൻ്റെയും കേസ് ഉണ്ട്. മെറ്റലിനെ ഇംപ്യൂരിറ്റീസിനെയാണ് നമുക്കിവിടെ സെപ്പറേറ്റ് ചെയ്യേണ്ടത്. എല്ലാത്തിലും ഇത് തന്നെയാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ ഇംപ്യൂരിറ്റീസിൻ്റെ ബോയിലിംഗ് പോയിന്റ് എപ്പോഴും അതിൻ്റെ മെറ്റലിനേക്കാളും കൂടുതലായിരിക്കും. എന്താണ് ബോയിലിംഗ് പോയിന്റ്? ഇംപ്യൂരിറ്റീസിൻ്റെ ബോയിലിംഗ് പോയിന്റ് മെറ്റലിനേക്കാളും കൂടുതലായിരിക്കും.
ആര് എവിടത്തെ കേസിൽ? നമ്മളുടെ ഡിസ്റ്റിലേഷൻ്റെ കേസിൽ. ഇവിടെ അങ്ങനെ തന്നെയല്ലേ? മെറ്റൽ ഇവിടെയും ഇൻക്രീസസ് അല്ലേ, ഇവിടെയും ഇൻക്രീസസ് അല്ലേ മീൻസേ? മുദ്ര ശ്രദ്ധിക്കണോടാ, മുദ്ര. ഇവിടെ ഞാൻ പറഞ്ഞത് മെൽറ്റിംഗ് പോയിന്റാ. ഇവിടെ ഡിസ്റ്റിലേഷൻ്റെ കേസിൽ നമ്മൾ നോക്കുന്നത് ബോയിലിംഗ് പോയിന്റാ. എന്താണ് മെൽറ്റിംഗ് പോയിന്റ്? സോളിഡ് ലിക്വിഡിലേക്ക് ആകുന്ന ആ ഒരു സ്റ്റേറ്റ് ഇല്ലേ, ആ സോളിഡിനെ ലിക്വിഡിലേക്ക് മാറ്റുന്ന ആ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സോളിഡ് മെൽറ്റ് ആവുന്ന പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ലിക്വിഡ് വേപ്പേഴ്സിലേക്ക് പോകുന്ന ആ ഒരു സ്റ്റേറ്റ്, ലിക്വിഡിനെ ഗ്യാസസിലേക്ക് മാറ്റുന്ന വേപ്പറിലേക്ക് പോകുന്ന ആ ഒരു ടെമ്പറേച്ചർ പോയിന്റ് ആണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഡിസ്റ്റിലേഷൻ്റെ കേസിൽ നമ്മൾ ബോയിലിംഗ് പോയിന്റ് ആണ് നോക്കുന്നത്. അതായത് ഇംപ്യൂരിറ്റീസിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഹൈ ആയിരിക്കും, മെറ്റൽസിൻ്റെ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. മെറ്റൽസിൻ്റെ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. സോറി, ഞാൻ ആദ്യം ആരോ ഇട്ടത് മാറിപ്പോയി. കുറവായിരിക്കും കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഞാനൊരു ചേംബർ എടുത്തു. അതിനകത്ത് ഞാൻ ഈ സബ്സ്റ്റൻസ്, അതായത് മെറ്റലും ഇംപ്യൂരിറ്റീസും അടങ്ങിയ ആ മിക്സ്ചറിനെ ഞാൻ ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറവുള്ളതായിരിക്കും, ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ് ഉള്ളതായിരിക്കും ആദ്യം വേപ്പറൈസ് ആയി പോകുന്നത് അല്ലേ? എടാ എനിക്ക് ഇപ്പോൾ ആലോചിക്ക്, ഇംപ്യൂരിറ്റീസിൻ്റെ ബോയിലിംഗ് പോയിന്റ് 200 മെറ്റലിൻ്റെ ബോയിലിംഗ് പോയിന്റ് 10 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ഓർത്തോ. ഞാൻ 50 ഡിഗ്രി ചൂടാക്കി. 50 ഡിഗ്രി ചൂടിൽ ഇവയിൽ ആരാ പോകുന്നത്? ഓഫ് കോഴ്സ് മെറ്റൽ ആയിരിക്കും. കാരണം ഇയാൾക്ക് 10 മതി. 10 അയാൾ വേപ്പറൈസ് ആകും. മറ്റേ ആൾക്ക് 200 ആവണം വേപ്പർ ആവാൻ. അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഇവിടെ കുറച്ച് ചൂട് തട്ടുമ്പോൾ തന്നെ നമ്മുടെ ഈ മെറ്റലെല്ലാം തന്നെ വേപ്പറായിട്ട് മേളിൽ പോകും. എന്നിട്ട് ഈ നമ്മൾ പാത്രമൊക്കെ ചൂടാക്കുമ്പോൾ അടച്ചു വെക്കില്ലേ, എന്നിട്ട് നമ്മൾ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഈ വെള്ളത്തുള്ളികൾ കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? നമ്മൾ അതായത് വെള്ളം ചൂടാക്കുമ്പോൾ നമ്മൾ അടച്ചു വെച്ച് വേഗം തിളയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുറേ സർഫസിലുള്ള പ്രതലത്തിലുള്ള വെള്ളം നീരാവിയായിട്ട് മേളിപ്പോവും. മേളിൽ ചെന്ന് തട്ടിയിട്ട് അത് അവിടെ വെച്ച് തണുക്കണോണ്ടാണ് തിരിച്ച് വീണ്ടും അത് വെള്ളത്തുള്ളികൾ അവിടെ കാണാൻ പറ്റുന്നത്. സെയിം തിങ് നമ്മൾ ഈ വേപ്പേഴ്സ് വേറൊരു ചേംബറിനകത്ത് ഈ വേപ്പേഴ്സ് കളക്ട് ചെയ്യും. ഓക്കെ, ഈ വേപ്പേഴ്സ് നമ്മൾ വേറൊരു ചേംബേഴ്സിനകത്ത് കളക്ട് ചെയ്യും. അപ്പോൾ ഈ വേപ്പർ എന്താ? ഇത് നമ്മുടെ മെറ്റലാണ്, മെറ്റലിൻ്റെ വേപ്പേഴ്സാണ്. സോ അത് നമ്മൾ വേറെ ചേംബറിൽ വെച്ച് കളക്ട് ചെയ്ത് കണ്ടൻസ് ആക്കും. കണ്ടൻസ് ആക്കുക എന്ന് പറഞ്ഞാൽ കൂൾ ചെയ്യുമ്പോൾ നമുക്ക് പ്യോർ മെറ്റൽ അങ്ങനെ കിട്ടും. ഇംപ്യൂരിറ്റീസ് ഇവിടെ തന്നെ കിടക്കും. കാരണം പുള്ളിക്കാരന് ഹൈ ബോയിലിംഗ് പോയിന്റ്, അപ്പോൾ അവയൊന്നും വേപ്പർ ആവില്ല. നമ്മുടെ മെറ്റൽ മാത്രം ഇവിടെ വേപ്പർ ആകും. എന്നിട്ട് അതിനെ നമ്മൾ സെപ്പറേറ്റ് ആ വേപ്പേഴ്സിനെ കളക്ട് ചെയ്ത് അതിനെ കണ്ടൻസ് ചെയ്യുമ്പോൾ നമുക്ക് പ്യോർ മെറ്റൽ കിട്ടും. ഇതാണ് നമ്മുടെ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ മെത്തേഡ്. ഇനി നമുക്ക് മൂന്നാമത്തെ മെത്തേഡിലേക്ക് പോകാം. ഇത് നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രി ആയിട്ട് നല്ല കഴിഞ്ഞ ചാപ്റ്ററായിട്ട് വളരെ കണക്ഷൻ ഉള്ളതാണ്. ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. ഞാൻ പറഞ്ഞു അവിടെ ഇലക്ട്രോലൈറ്റ് സെല്ലിൻ്റെ ഒരു ആപ്ലിക്കേഷനിൽ ഞാൻ പഠിപ്പിച്ചു പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ് നടക്കാൻ പറ്റുമെന്ന് അല്ലേ? അതിനുള്ള ഉത്തരമാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. അതായത് ഇലക്ട്രോലൈറ്റ് റിഫൈനിങ് ഒന്നുമില്ല, ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ സെറ്റപ്പ്. ഒരു ബീക്കർ എടുക്കുക. ആ ബീക്കറിന് 2 ഇലക്ട്രോഡ് കാണും. ഒരെണ്ണം എന്തായിരിക്കും? ആനോഡായിരിക്കും, ഒന്ന് കാഥോഡും ആയിരിക്കും. അപ്പോൾ ഒന്ന് ആനോഡായിരിക്കും ഒന്ന് എൻ്റെ കാഥോഡും ആയിരിക്കും. പിന്നെ എനിക്ക് എന്തുണ്ടാവും? ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ഉണ്ടാവും, എൻ്റെ ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും. ഇതാണ് ഇലക്ട്രോലൈറ്റിൻ്റെ സെല്ലിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഇവിടെ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ പ്യൂരിഫിക്കേഷൻ എങ്ങനെയാണ് പോസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു നല്ല പ്യോർ ആയിട്ടുള്ള ഒരു മെറ്റലിൻ്റെ കഷ്ണം വേണം എനിക്ക്. ഇപ്പം ഞാൻ കോപ്പറാണ് പ്യൂരിഫൈ ചെയ്യുന്നതെങ്കിൽ, അതായത് ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പറിൻ്റെ ഒരു കഷ്ണവും കാണും, നല്ലൊരു കോപ്പറിൻ്റെ ഒരു തിൻ റോഡും കാണും. അപ്പോൾ ഇതാണ് എൻ്റെ ആനോഡ് എന്ന് വെക്കുക. ഇതാണ് എൻ്റെ ആനോഡ്, ഇതാണ് എൻ്റെ കാഥോഡ്. അല്ല, ആനോഡല്ലേ നമ്മൾ പോസിറ്റീവിൽ ഇലക്ട്രോലൈറ്റ് സെല്ലിൽ ആനോഡാണല്ലോ പോസിറ്റീവ് ടെർമിനലിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത്. സോ ഇതാണ് എൻ്റെ ആനോഡ്. അപ്പോൾ ആനോഡിലായിരിക്കും ഞാൻ എൻ്റെ ഇംപ്യൂർ മെറ്റലിനെ കണക്ട് ചെയ്യുന്നത്. ആനോഡിലായിരിക്കും ആരുണ്ടാവുക? ഇംപ്യൂർ മെറ്റൽ ഉണ്ടാവുക. ഇനി കാഥോഡിലായിരിക്കും ഞാൻ
എൻ്റെ പ്യോർ മെറ്റലിനെ കണക്ട് ചെയ്യുക. ഞാൻ ഈ എം എന്ന് ഇട്ടേക്കണ മെറ്റലാട്ടോ, എഴുതാനുള്ള മടിയും കൊണ്ടാണ്. നിങ്ങൾ പക്ഷേ പരീക്ഷയ്ക്ക് എം എന്ന് ഇട്ടരുത്, മെറ്റൽ എന്ന് എഴുതിക്കോളണം. അപ്പോൾ ആനോഡിൽ ഞാൻ ഇംപ്യൂർ ആയിട്ടുള്ള മെറ്റലിനെയും കാഥോഡിനകത്ത് പ്യോർ ആയിട്ടുള്ള മെറ്റലിനെയും ഞാൻ കണക്ട് ചെയ്യിക്കും. ആൻഡ് ഇവിടെ നടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനോഡിൽ നിന്നും അയോൺസ് ഈ ഇലക്ട്രോലൈറ്റിലേക്ക് ഡെപ്പോസിറ്റ് ആകും. ആനോഡിൽ നിന്നും അയോൺസ് ഇലക്ട്രോലൈറ്റിലേക്ക് ഡെപ്പോസിറ്റ് ആകും. ഓക്കെ, അപ്പോൾ ഡെപ്പോസിറ്റ് ആകും. ഇനി ഈ പറയുന്ന കാഥോഡിനകത്ത്, കാഥോഡിലാണ് നമ്മുടെ ഇംപ്യൂർ മെറ്റൽ ഉള്ളത്. ഈ ആനോഡിൽ നിന്നും ഇലക്ട്രോലൈറ്റിലേക്ക് ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ഈ അയോൺസ് ഇലക്ട്രോലൈറ്റ് വഴി ഈ കാഥോഡിലേക്ക് തിരിച്ചു വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. എന്താണ്, കൺഫ്യൂസ് ആവല്ലേ? ആനോഡിൽ നിന്നും ഞാൻ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എനിക്ക് ആനോഡിൽ നിന്നും അത് കുറേ സർഫസിൽ അയോൺസ് ഇലക്ട്രോലൈറ്റിലേക്ക് ഡെപ്പോസിറ്റ് ആകും. എന്നിട്ട് ഈ ഇലക്ട്രോലൈറ്റിൽ നിന്നും എനിക്ക് പ്യോർ ആയിട്ടുള്ള മെറ്റൽസ് കാഥോഡിലേക്ക് പോയിട്ട് ഡെപ്പോസിറ്റ് ആകും. ഇതാണ് ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ആനോഡിൽ ഞാൻ ഇംപ്യോർ മെറ്റലും ആയിരിക്കും, കാഥോഡിൽ ഞാൻ ചേർക്കുന്നത് പ്യോർ മെറ്റലും ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇതിനകത്ത് ആ ഒരു ഇക്വേഷൻ വൈസ് എഴുതിയിരിക്കുന്നതാണ് ഈ കാണിച്ചേക്കുന്നത്. അത് ഇക്വേഷൻ വൈസ് എഴുതിച്ചേക്കുന്നതാണ് ഈ കാണിച്ചേക്കുന്നത്. അതായത് ആനോഡിൽ നമ്മളുടെ ഇങ്ങനെ മെറ്റൽസിന് ചാർജ് കിട്ടി. അതായത് ആനോഡിൽ നടക്കുന്ന എന്താണ്, ആൻ ഓക്സ്, എം എന്നുള്ളത് Mn+ ആയി. അപ്പോൾ ഓക്സിഡൈസേഷനാണ് ആനോഡിൽ നടക്കുന്നത്. അതുപോലെ കാഥോഡിൽ നടക്കുന്നത് എന്താ, Mn+ എന്നുള്ളത് മെറ്റലിന് ഇലക്ട്രോൺ ലോസ് ആയി. അപ്പോൾ കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷൻ ആണ്. ഇതാണ് ഇക്വേഷൻ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്ങിൽ നടക്കുന്നത്. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒന്നുകൂടെ പറയാം. ആനോഡിൽ നിന്നും അയോൺസ് ഇലക്ട്രോലൈറ്റിലേക്ക് ഡെപ്പോസിറ്റ് ആകുന്നു. ഓക്കെ, ആനോഡിൽ നിന്നും അയോൺസ് ഇലക്ട്രോലൈറ്റിലേക്ക് ഡിസോൾവ് ആകുന്നു, അലിഞ്ഞു പോകും. ഇംപ്യൂർ ആണല്ലോ ആനോഡ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇംപ്യൂർ മെറ്റൽസിൻ്റെ അയോൺസ് ഈ പറയുന്ന ഇലക്ട്രോലൈറ്റിൽ ഡിസോൾവ് ആകും. എന്നിട്ട് ഈ ഇലക്ട്രോലൈറ്റിൽ നിന്നും നല്ല അയോൺസ് ഈ പറയുന്ന കാഥോഡിലേക്ക്, അതായത് പ്യോർ മെറ്റൽ കാഥോഡാണ്, ഇലക്ട്രോലൈറ്റിൽ നിന്നും അയോൺസ് കാഥോഡിൽ ഡെപ്പോസിറ്റ് ആവും. ഇതാണ് ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ. ആൻഡ് ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇലക്ട്രോലൈറ്റ് ലിഫൈൻ. നമ്മൾ മൂന്നും കണ്ടെത്തും. ആദ്യം നമ്മൾ ലിക്വേഷൻ നോക്കി, അത് കഴിഞ്ഞ് ലിക്വേഷൻ നോക്കി, അത് കഴിഞ്ഞ് ഡിസ്റ്റിലേഷൻ നോക്കി, അത് കഴിഞ്ഞ് നമ്മൾ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് നോക്കി. ആൻഡ് ലിക്വേഷൻ നടക്കുന്നത് എവിടെയൊക്കെ, ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ലിക്വേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് ടിന്നും ലെഡിലുമാണ്. ഡിസ്റ്റിലേഷൻ്റെ കാര്യമാണെങ്കിൽ അത് നടക്കുന്നത് സിങ്ക്, കാഡ്മിയം, മെർക്കുറിയിലാണ്. ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ആണെങ്കിൽ കോപ്പറും അതുപോലെ തന്നെ സിങ്കിലുമാണ് നടക്കുന്നത്. ഇനി നമ്മളപ്പോൾ ഇങ്ങനെ മൂന്നെണ്ണവും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. എന്താ പറയുക, ലിക്വേഷൻ എങ്ങനെയാണെന്നും ഡിസ്റ്റിലേഷൻ എന്താണെന്നും ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ഓഫ് മെറ്റൽസ്, അങ്ങനെ മൂന്നെണ്ണവും റിഫൈനിങ് ഓഫ് മെറ്റൽസിൻ്റെ 3 മെത്തേഡ്സും നമ്മളിനി കണ്ടു കഴിഞ്ഞു. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു 3 സ്റ്റേജസും അങ്ങനെ ഇതോടുകൂടി മെറ്റൽസിൻ്റെ സെപ്പറേഷൻ്റെ 3 സ്റ്റേജസും നമ്മൾ ഇതോടുകൂടി ഈ കംപ്ലീറ്റ് ആയേക്കുവാണ്. ആദ്യം നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എങ്ങനെയാണെന്നാണ് നോക്കിയത് അല്ലേ, എങ്ങനെയാണ് ഒരു ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുകയെന്ന്. അതിനുശേഷം ഈ കോൺസെൻട്രേറ്റഡ് ഓറിൽ നിന്നും എങ്ങനെയാണ് ഒരു മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാമെന്ന് നോക്കി. അതാണ് സ്റ്റേജ് 2. അതിനകത്ത് നമ്മൾ ആ സ്റ്റേജ് 2 പിന്നെയും ഡിവൈഡ് ആയിട്ടുണ്ട്. കാരണം നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് മെറ്റൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ മെറ്റൽ ഓക്സൈഡ് ആദ്യം അതിനെ തന്നിരിക്കുന്ന സാധനത്തെ മെറ്റൽ ഓക്സൈഡ് ആക്കും. എങ്ങനെ, നമ്മൾ 2 സ്റ്റേജ്, അവിടെയാണ് കാൽസിനേഷൻ, റോസ്റ്റിംഗ്. ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് അതിനെ മെറ്റൽ ഓക്സൈഡ് ആക്കും. എന്നിട്ട് ആ മെറ്റൽ ഓക്സൈഡിനെ നമ്മൾ പ്രോപ്പർ റെഡ്യൂസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ തിരിച്ച് റെഡ്യൂസ് ചെയ്തൊരു മെറ്റലാക്കും. അങ്ങനെ കിട്ടിയ മെറ്റൽ പ്യോർ ആയിരിക്കുമോ? അല്ല. ആ മെറ്റലിനും ഞാൻ പറഞ്ഞ പോലെ 99% കീടാണു നശിച്ചാലും ബാലൻസ് റിമൈനിങ് 1 കീടാണു ഉണ്ടാകും എന്ന് പറയുന്ന പോലെ അതിനകത്തും ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞാലും കുറച്ച് ഇമ്പ്യൂരിറ്റീസ് കാണും.
ആ ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ കളയുന്ന ഒരു പ്യൂരിഫിക്കേഷൻ എന്നോണം വരുന്ന നെക്സ്റ്റ് സ്റ്റേജാണ് റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ആ റിഫൈനിങ് ഓഫ് മെറ്റൽസിൽ പിന്നെയും 3 സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മെറ്റലിൻ്റെയും ഇമ്പ്യൂരിറ്റീസിൻ്റെയും പ്രോപ്പർട്ടി വെച്ചിട്ട് ആ 3 സ്റ്റേജസും കഴിഞ്ഞു. അങ്ങനെ 3 സ്റ്റേജസിലൂടെ നമ്മളെ മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തേക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ സെഷനിൽ കണ്ടു കഴിഞ്ഞത്. ഇത് ഇത്രയും ക്ലിയർ അല്ലേ? വളരെ സിമ്പിളാണ്, വളരെ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. നിങ്ങൾ ആ റിയാക്റ്റീവ് സീരീസ് ഞാൻ ഈ പറഞ്ഞ കോഡൊക്കെ വെച്ചൊന്ന് ഓർത്തിട്ട് എക്സാമ്പിൾസ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആൻഡ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ബോയിലിംഗ് പോയിൻറ്റ്, മെൽറ്റിംഗ് പോയിൻറ്റ്, അതായത് ലിക്വിഡ് എന്ന് പറയുമ്പോൾ ലിക്വിഡിൻ്റെ കാര്യം, ലിക്വിഡിലേക്ക് ആകുക എന്ന് ഓർക്കുക. അപ്പോൾ ലിക്വേഷൻ എന്ന് പറയുമ്പോൾ ലിക്വിഡ് എന്ന് ഓർക്കുക. ലിക്വിഡ് എന്ന് പറയുമ്പോൾ എന്ത് സംഭവം? ലിക്വിഡിലേക്ക് ആകുക. ലിക്വിഡിലേക്ക് ആകുന്നത് എങ്ങനെയാണ്? നമ്മൾ മെൽറ്റിംഗ് പോയിൻ്റ് ആണ് അവിടെ, അതായത് സോളിഡിനെ ലിക്വിഡിലേക്ക് ആക്കുന്നത് മെൽറ്റിംഗ് പോയിൻറ്റ്, അങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പം മറ്റത് ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ബോയിലിംഗ് പോയിൻ്റ് ആണെന്ന് മനസ്സിലാവും. സോ ബേസ്ഡ് ഓൺ ആ കാര്യങ്ങളിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സിനായി ഇത് പറഞ്ഞ് ഓർത്തിട്ട് ഈ സെഷൻ വളരെ ക്ലിയർ ആണ്. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത്. ഇനി വരുന്നതിൽ നമുക്ക് ഓരോ എക്സ്ട്രാക്ഷൻ ഓഫ് അയേൺ, അങ്ങനെ ഓരോ എലിമെൻറ്റ് ബേസിസിലുള്ള കുറച്ച് എക്സ്ട്രാക്ഷൻസ് ഇൻഡസ്ട്രിയൽ ബേസിസിലുള്ളത് കാണാം. സോ ബൈ, അത് നമുക്ക് അപ്പം കാണാം. താങ്ക് യു.